നമസ്കാരം. മകൾ ഒരിക്കലും ജീവനൊടുക്കില്ലെന്നും വർഷങ്ങളായി കടുത്ത പീഡനമാണ് ഭർത്താവ് സതീഷ് ശങ്കറിൽ നിന്നും നേരിട്ടിരുന്നതെന്നും അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ള വെളിപ്പെടുത്തുമ്പോൾ അതുല്യയുടെ മരണത്തിലെ ദുരൂഹത കൂടുകയാണ്. ചവറ തെക്കും ഭാഗം കോയിവിള സ്വദേശിനി തട്ടാന്റെ വടക്കയിൽ അതുല്യ ഭവനത്തിൽ അതുല്യ ശേഖർ ഷാർജയിലെ താമസ സ്ഥലത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച പുലർച്ചെയാണ് ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മർദ്ദനത്തിനിടയിലാണ് അതുല്യ മരിച്ചതെന്നും സൂചനയുണ്ട്. പോസ്റ്റ്മോർട്ടം അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ്. 25 വർഷം സൗദിയിലായിരുന്ന രാജശേഖരൻ പിള്ള ഇപ്പോൾ നാട്ടിൽ ഓട്ടോ ഓടിക്കുകയാണ്. അദ്ദേഹത്തിനും ഭാര്യ തുളസി ഭായിക്കുമൊപ്പം നാട്ടിലാണ് അതുല്യയുടെ മകൾ 10 വയസ്സുകാരി ആരാധ്യ. അതുല്യയുടെ അമ്മ തുളസി ഭായിയുടെ പരാതിയിൽ തെക്കുംഭാഗം പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി അതിവേഗം കേസെടുക്കുകയും ചെയ്തു. കുമ്പളങ്ങി നൈറ്റ്സിലെ ഫഹദിന്റെ ഷമ്മി എന്ന കഥാപാത്രം സൈക്കോ ഭർത്താവായിരുന്നു. ആ കഥാപാത്രത്തെയും തോൽപ്പിക്കുന്ന സൈക്കോയാണ് സതീഷ് ശങ്കർ. ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയെ ഇയാൾ ക്രൂരമായി ആക്രമിച്ചിരുന്നെന്ന് വ്യക്തമാക്കുന്ന വീഡിയോകൾ പുറത്തുവന്നു. മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസം ചില ചിത്രങ്ങളും വീഡിയോകളും അടുത്ത ബന്ധുവിന് അതുല്യ അയച്ചു നൽകിയിരുന്നു. ആ വീട്ടിൽ അതുല്യ അനുഭവിച്ചിരുന്ന മാനസിക ശാരീരിക പീഡനം വ്യക്തമാക്കുന്ന വീഡിയോകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുല്യയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ നിരവധി പാടുകൾ കാണാം. വീഡിയോകളിൽ അതുല്യ ഉച്ചത്തിൽ നിലവിളിക്കുന്ന ശബ്ദവും കേൾക്കാം. സൈക്കോയെ പോലെയാണ് വീഡിയോകളിൽ ഭർത്താവ് പെരുമാറുന്നത്. ആക്രമണ സമയത്ത് പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വീഡിയോയാണ് അതുല്യയുടേത് കൊലപാതകമാണോ എന്ന സംശയം ഉയർത്തുന്നത്. കൊന്നു കെട്ടിത്തൂക്കാനും സാധ്യതയേറെയാണ്. മദ്യപിച്ചാൽ സതീഷ് മനുഷ്യമൃഗമായി മാറുമെന്നാണ് അടുപ്പക്കാരുടെ സാക്ഷ്യം. മകളെ മർദ്ദിക്കുന്ന വിവരം അറിഞ്ഞപ്പോൾ പലതവണ ഇയാളെ വിലക്കിയിരുന്നെന്നും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന മകളെ സതീഷ് എത്തി കരഞ്ഞു പറഞ്ഞപ്പോഴാണ് തിരികെ വിട്ടതെന്നും രാജശേഖരൻ പിള്ള പറഞ്ഞു. മദ്യപിച്ചാൽ സതീഷ് മറ്റൊരാളായി മാറും. പിന്നെ ഒരു കാരണവുമില്ലാതെ മർദ്ദനം തുടങ്ങും. മദ്യപാനം നിർത്താൻ പലതവണ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം മർദ്ദനം പരിധി വിട്ടപ്പോൾ മകളെ വിളിച്ചുകൊണ്ടുവന്ന് വീട്ടിലാക്കി. സതീഷ് എത്തി കരഞ്ഞ് കാല് പിടിച്ചതോടെ അതുല്യ തന്നെ മനസ്സലിഞ്ഞ് ഭർത്താവിനൊപ്പം പോയി. ഒരു തവണ വേർപിരിയലിന്റെ വക്കിലെത്തിയ ബന്ധമാണ്. ഒടുവിൽ കൗൺസിലിംഗിലൂടെയാണ് വീണ്ടും ഒരുമിക്കാൻ തീരുമാനിച്ചത്. അന്നും മർദ്ദനങ്ങളൊന്നും ഇനി ഉണ്ടാവില്ലെന്നായിരുന്നു സതീഷ് പറഞ്ഞത്. പിന്നെയും അടി തുടർന്നുവെന്നതാണ് വസ്തുതയെന്നും അച്ഛൻ പറയുന്നു. അമ്മയുടെ മരണവാർത്ത കുട്ടിയെ അറിയിച്ചിട്ടില്ല. സതീഷിന് കുഞ്ഞിനോട് മകളെന്ന ആത്മബന്ധമില്ലായിരുന്നുവെന്നും ഇത് അയാൾ തന്നെ പറഞ്ഞിരുന്നുവെന്നും രാജശേഖരൻ പിള്ള പറയുന്നു. അതുല്യ ഒരു വർഷമായി ഷാർജയിൽ താമസിക്കുകയായിരുന്നു. ശനിയാഴ്ച സഫാരി മാളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു. ദുബായിലെ അരോമ കോൺട്രാക്ടിംഗ് കമ്പനിയിലെ എഞ്ചിനീയർ ആയിരുന്നു ഭർത്താവ് സതീഷ് ശങ്കർ കൂട്ടുകാർക്കൊപ്പം അജ്മാനിൽ പോയി പുലർച്ചെ മടങ്ങിയെത്തിയതോടെയാണ് അതുല്യ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് പറയുന്നത്. ഇത് അച്ഛനും അമ്മയും വിശ്വസിക്കുന്നില്ല. അതുല്യയുടെ ഏക സഹോദരി അഖില ഗോകുൽ ഷാർജയിൽ ഇവരുടെ ഫ്ളാറ്റിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും. ഇതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ അതുല്യയ്ക്ക് സമാധാന സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ലെന്നാണ് ബന്ധു രവീന്ദ്രൻ പിള്ളയും വെളിപ്പെടുത്തിയത്. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് സതീഷ് മദ്യപിക്കുമെന്നതിനെപ്പറ്റി അറിഞ്ഞിരുന്നതെന്നും ആദ്യം ചെറിയ രീതിയിലുണ്ടായിരുന്ന മദ്യപാനം വലിയ രീതിയിലേക്ക് മാറിയപ്പോഴാണ് ഉപദ്രവം തുടങ്ങിയതെന്നും രവീന്ദ്രൻ പിള്ള പറഞ്ഞു. ശനിയാഴ്ച രാവിലെയാണ് ഷാർജയിൽ താമസിക്കുന്ന അതുല്യയുടെ സഹോദരി മരണത്തെപ്പറ്റി തങ്ങളെ അറിയിക്കുന്നത്. വിവാഹം കഴിച്ച കാലം മുതൽ അതുല്യയ്ക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരിക്കലും സ്വസ്ഥതയുണ്ടായിരുന്നില്ല. സതീഷ് മദ്യപാനിയായിരുന്നു. വിവാഹത്തിന് ശേഷമാണ് അത് ഞങ്ങൾ അറിഞ്ഞത്. പലപ്പോഴും അവളെ മർദ്ദിക്കുമായിരുന്നു. അതുല്യ വിദേശത്തെത്തിയതിന് പിന്നാലെ അവൾക്ക് ചില സ്ഥലങ്ങളിൽ ജോലി ലഭിച്ചിരുന്നു. എന്നാൽ അതിനൊന്നും പോകാൻ സതീഷ് അവളെ അനുവദിച്ചിരുന്നില്ല. ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു. ആരും അവളെ നോക്കാനോ അവൾ ആരോടും സംസാരിക്കാനോ ഒന്നും പാടില്ലായിരുന്നു. നേരത്തെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിന് പിന്നാലെ കോടതി വരെയൊക്കെ കേസ് എത്തിയിരുന്നു. എന്നാൽ പിന്നീട് അവർ തന്നെ സംസാരിച്ച് എല്ലാം ശരിയാക്കിയായിരുന്നു. കുട്ടിയുള്ളതുകൊണ്ട് എല്ലാം ശരിയാകുമെന്നാണ് കരുതിയതെന്നും രവീന്ദ്രൻ പറഞ്ഞു. സതീഷ് ഉപദ്രവിക്കുന്ന വീഡിയോ അതുല്യ അയച്ചു നൽകിയിരുന്നുവെന്നും 2 ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ വീഡിയോ അയച്ചിരുന്നുവെന്നും അതുല്യയുടെ അമ്മയും പറഞ്ഞു.